ഒരു ദിവസം ഞാൻ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. എൻ്റെ കൂട്ടുകാരനാണ് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ സമയം ഏതാണ്ട് 10 മണിയായി. വീട്ടിനകത്തെ ലൈറ്റുകളെല്ലാം ഓഫാണ്. ഫ്രണ്ടിൽ മാത്രം ലൈറ്റുണ്ട്. ഈ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം, ഞാൻ സിനിമ കഴിഞ്ഞ് വരുന്നത് വരെയെങ്കിലും ഹാളിലെ ലൈറ്റെങ്കിലും ഇട്ടുകൂടെ? ഇന്നലെ മുതൽ കോളിംഗ് ബെൽ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. ടെക്നീഷ്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൾ വന്നിട്ടില്ല. ഇനി വാതിലിൽ മുട്ടി വിളിക്കലേ നടക്കും. ഞാനാണെങ്കിൽ ഫോൺ എടുക്കാതെയാണ് സിനിമയ്ക്ക് പോയത്. ഫോൺ എടുത്താൽ അമ്മ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ വിളിക്കാമായിരുന്നു. വാതിലിൽ മുട്ടാനായി ഒരുങ്ങിയെങ്കിലും പിന്നാമ്പുറത്തൊന്ന് പോയി നോക്കിയാലോ എന്നൊരു തോന്നൽ. എന്തിനാ അങ്ങനെ തോന്നിയതെന്ന് ചോദിച്ചാൽ നോ ആൻസർ. ചില സമയത്ത് ഒരു കാര്യവുമില്ലാതെ നമുക്ക് ചിലതൊക്കെ തോന്നുമല്ലോ. അത് തന്നെ. ഞാൻ വീടിന് പുറത്തേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ അടുക്കളയിൽ വെളിച്ചം ഓണാണ്. അപ്പോൾ അമ്മയും അച്ഛനും കിടന്നില്ലേ? ഞാൻ അടുക്കള ഡോറിന് അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് ഞാനത് കണ്ടത്. അച്ഛനും അമ്മയും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് അത് കേൾക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദമൊന്നും എനിക്ക് ശരിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പതിയെ അടുക്കള വാതിൽക്കൽ ചെന്നു. ലൈറ്റ് ഓഫാക്കിയിട്ടുണ്ട്. വാതിൽ ചാരിയിട്ടിരിക്കുന്നു. അകത്തേക്ക് കയറി ഞാൻ വാതിലടച്ചു. എൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അകത്ത് നിന്നും അച്ഛൻ്റെയും അമ്മയുടെയും ശബ്ദം. ഇത് വല്ലാത്ത അസുഖം തന്നെ. എന്താടി, നമുക്ക് സ്വന്തമായി മുറിയുള്ളപ്പോൾ എന്തിനാ മോൻ്റെ മുറിയിലേക്ക് വന്നത്? ഞാൻ പുറത്തു നിന്നേ കാത്തു നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ പുറത്തേക്ക് വന്നു. അങ്ങനെ ഹാളിലേക്ക് നോക്കിയപ്പോൾ 1 മണി. 3 മണിക്കൂർ അച്ഛൻ അമ്മയുടെ കൂടെ അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നപ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെയും ഫാമിലി ഫോട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത്. അച്ഛൻ ഒരു സ്കൈ ബ്ലൂ ഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. അമ്മ നല്ല ഭംഗിയുള്ളൊരു സാരിയും. അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ആ ഫോട്ടോ എടുക്കാൻ തോന്നി. ഞാൻ ആ ഫോട്ടോ എടുത്ത് കുറേ നേരം അമ്മയെ തന്നെ നോക്കി. എന്ത് ഭംഗിയാണ് അമ്മയെ കാണാൻ. അച്ഛൻ്റെ ഭാഗ്യം. അമ്മ നല്ല ഭംഗിയുള്ളതാണ്. അച്ഛനാണെങ്കിലോ ഒട്ടും ഭംഗിയില്ലാത്തതും. അമ്മയെ അച്ഛൻ കെട്ടിയത് ഗൾഫിലെ ജോലി കാരണമാകും. അമ്മ ഇന്നും സുന്ദരി തന്നെ. നാട്ടിലെയും കുടുംബത്തിലെയും പലരും അമ്മയെ കാണുമ്പോൾ സുന്ദരിയാണെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അമ്മയെ നോക്കുമ്പോഴും എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഫോട്ടോ നോക്കി ഞാനങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്നതും അമ്മയുടെ ചിരിയാണ്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ സോഫയിൽ കിടക്കുന്നു. അതിനടുത്തായി തന്നെ അച്ഛനും അമ്മയും. അമ്മ അച്ഛനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നുണ്ട്. TV വെച്ചിട്ടുണ്ട്. രണ്ടുപേരും എന്ത് കോമഡി കണ്ട് ചിരിക്കുവാണ്. അച്ഛനാണ് ഞാൻ ഉണർന്നത് കണ്ട് അമ്മയെ വിളിച്ചത്. ലക്ഷ്മി, ദാ മോൻ എണീറ്റു, നീ അവന് ചായ കൊടുക്ക് എന്നമ്മയോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അമ്മയുടെ മുഖം ശ്രദ്ധിച്ചത്. അമ്മ എന്നെ ഒന്ന് നോക്കി ഒരു കള്ളച്ചിരിയോടെ അടുക്കളയിലേക്ക് പോയി. അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. മോനെ, ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമോ? കുഴപ്പമില്ല അച്ഛാ. ഞാൻ പതിയെ എഴുന്നേറ്റിരുന്നു. ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർത്തു നോക്കി. അമ്മയുടെ ഫോട്ടോ നോക്കി കിടന്നുറങ്ങിയതും പിന്നെ കണ്ട സ്വപ്നവും എല്ലാം. ഞാൻ TV സ്റ്റാൻഡിൽ നോക്കി. അവിടെ ഫോട്ടോ ഇല്ല. നിലത്ത് നോക്കിയപ്പോൾ അവിടെ വെള്ളം കൊണ്ട് കഴുകിയ പോലുണ്ട്. എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ നോക്കി. ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത്. അമ്മ ചായ കൊണ്ടുവന്നു. മോനെ, വാങ്ങി കുടിക്ക്, അമ്മയുടെ സ്പെഷ്യൽ ചായ. ഒരു ചിരിയോടുകൂടിയാണ് അച്ഛൻ അത് പറഞ്ഞത്. അമ്മയുടെ മുഖത്ത് ഞാൻ നോക്കിയപ്പോൾ അവിടെയും കണ്ടു അതുപോലൊരു ചിരി. അമ്മ രാവിലെ തന്നെ കുളിച്ച് കുറി തൊട്ട് മുടി മുന്നിലേക്കിട്ട് സുന്ദരിയായി ചായ തന്നപ്പോൾ തന്നെ എന്താണ് സംഭവമെന്നറിയാതെ ഞാനൊന്ന് ഞെട്ടിപ്പോയി. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. നല്ലൊരു ഉറക്കം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ട പോലെ എനിക്കപ്പോൾ തോന്നി. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എന്ത് പറ്റി മോനെ നിനക്ക്? ആകെ ഒരു ക്ഷീണമുണ്ടല്ലോ. കാര്യം എനിക്കറിയാം എന്ന് അമ്മ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് കത്തിപ്പോയി. അമ്മയെങ്ങാനും ഇനി ഫോട്ടോ നോക്കിയോ? അച്ഛൻ അറിഞ്ഞാൽ എന്തു ചെയ്യും? അച്ഛൻ്റെ മാത്രമായ ആ ഫോട്ടോ ഞാനെങ്ങാനും എടുത്തു എന്ന് കണ്ടാൽ അച്ഛൻ്റെ തല്ലും വാശിയും തീരെ ചിലപ്പോൾ എന്നെ കുറേ ഉപദ്രവിക്കും. കൊല്ലാനും മടിക്കില്ല. ഞാൻ അമ്മയെ ദയനീയമായി നോക്കി. നീ ഞങ്ങളെ കൂട്ടാതെ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയതല്ലേ? അതും രാത്രിയിൽ. വല്ല പേടിയുമായതാവും. പോട്ടെ, സാരമില്ല. നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോയി വരാം ട്ടോ. അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അങ്ങനെ അമ്മയുടെ അടുത്ത് ഞാൻ ഒരു നിമിഷം ഇരുന്നു. അപ്പോൾ ഞാനൊരു കുഞ്ഞു പൈതലായതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ആ തോന്നലിന് അധികം ആയുസില്ലായിരുന്നു. കഴിയാതെ ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യങ്ങൾ ആലോചിച്ചു. ലക്ഷ്മി, നീ മോനെ കൊണ്ടുപോയി ഫ്രഷാക്കി വരൂ, ഞാൻ അപ്പോഴേക്കും ഫുഡ് റെഡിയാക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് നിന്നും അപ്പോൾ മാറി. അമ്മയെ കാണുമ്പോൾ എപ്പോഴും അമ്മയുടെ നെറ്റിയിൽ സിന്ദൂരപ്പൊട്ട് ഉണ്ടായിരുന്നു. സിന്ദൂരപ്പൊട്ട് ഉദയസൂര്യൻ്റെ ചുവപ്പ് പോലെ. അതിനു മുകളിൽ ഒരു ചന്ദനക്കുറി. അത് അമ്മയ്ക്ക് പതിവായുള്ള സ്വഭാവമാണ്.
ചന്ദനക്കുറിയില്ലാതെ അമ്മയെ ഒരിക്കലും കാണാൻ പറ്റില്ല. അല്ലേ, അമ്മയും മോനും കൂടി മുഖത്തോട് മുഖം നോക്കി ഇരിക്കാനാണോ തീരുമാനം? ഞാൻ വേഗം ഭക്ഷണമുണ്ടാക്കാം, നീ അപ്പോഴേക്കും റെഡിയായി വരൂ എന്ന് അച്ഛൻ ഒന്നുകൂടി പറഞ്ഞു. ഇനി പറയിപ്പിക്കാതെ ഞാൻ വേഗം റെഡിയാവാൻ തീരുമാനിച്ചു. നീ ഇന്നലെ സിനിമയ്ക്കാണോ പോയത്, അതോ കള്ളു കുടിക്കാനാണോ മോനെ? അച്ഛൻ ചുമ്മാ ഹാളിലിരുന്ന് വിളിച്ചു ചോദിച്ചു. അങ്ങനെയല്ല ഞാൻ എൻ്റെ മോനെ വളർത്തിയത് കേട്ടോ ചന്ദ്രേട്ടാ എന്നമ്മ അപ്പോൾ തന്നെ മറുപടി കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ അല്ലേടാ മോനെ എന്ന് ചോദിച്ചു. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി. എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ എന്നെ പല്ല് തേക്കാനായി പറഞ്ഞു വിട്ടു. മുറി അലങ്കോലമായിട്ടില്ല, കിടക്കവരി മാത്രം മാറ്റി വിരിച്ചു. ഞാൻ അകത്തു നിന്ന് പല്ല് തേക്കുമ്പോൾ അമ്മ എൻ്റെ റൂമിൽ നിന്നുകൊണ്ട് ഒരു മൂളിപ്പാട്ട് പാടുന്നു. പതിവില്ലാത്ത സംഭവമാണ്. ഞാനത് കാര്യമാക്കാതെ പല്ല് തേച്ചു. ഡോർ തുറന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മ പെട്ടെന്ന് കയറി വന്നു. തലയിൽ എണ്ണ വയ്ക്കാത്തത് കൊണ്ടാണ് ഈ ക്ഷീണം എന്ന് പറഞ്ഞ് എൻ്റെ തലയിലേക്ക് തേക്കാനുള്ള എണ്ണ തന്നു. അപ്പോൾ ഞാനത് തലയിൽ തേച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മുടി കൊഴിയുന്നത് പോലെ ചെറുതായി തോന്നിയിരുന്നു. എന്തായാലും അതും ഇതിലൂടെ മാറിക്കോട്ടെ എന്നമ്മ പറഞ്ഞു. മോനെ ഇനി വേഗം റെഡിയാകൂ എന്ന് പറഞ്ഞു. അമ്മയുടെ ആ പറച്ചിൽ കേട്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ എന്നോട് അടുത്ത് പെരുമാറുന്നത്, അതും അച്ഛനുള്ളപ്പോൾ. അമ്മയുടെ തീരുമാനത്തിൽ എല്ലാം കുട്ടികൾ തന്നെ ചെയ്യണമെന്നാണ്. അമ്മ ഒരു ചെറിയ ഫെമിനിസ്റ്റാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ അമ്മ എന്നെ ഇത്രയും അധികം നോക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലാവാതെ ഞാൻ അതിനെല്ലാം ഒരു പാവയെപ്പോലെ നിന്നുകൊടുത്തു. കുളി കഴിഞ്ഞ് വീണ്ടും TV കാണാൻ പോയി. കള്ളൻ ചിക്കൻ എന്ന് അമ്മ അപ്പോൾ മനസ്സിൽ പറഞ്ഞു. മണിക്കൂലസ് കിലുക്കി അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ ഒരാളെ കണ്ടു. ചപ്പാത്തിയും കറിയും റെഡിയാക്കി സ്ലാബിൽ കൈചാരി വരവും പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുന്ന ചന്ദ്രേട്ടനെ. എന്താ മനുഷ്യ നോക്കണേ? ആദ്യം കാണുന്ന പോലെ ഒരു കള്ള പരിഭവത്തോടെ അമ്മ ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി. ഏട്ടൻ്റെ അടുത്ത് പോയി ചപ്പാത്തിയും കറിയും നോക്കി. വെജിറ്റബിൾ കറിയിൽ വിരലൊന്ന് മുക്കി ഞാനൊന്ന് രുചിച്ചു നോക്കി. സൂപ്പർ. കണ്ണുകളടച്ച് ഏട്ടനൊരു കോംപ്ലിമെൻറ്റ് കൊടുത്തു. കഴിക്കാൻ വാ, മോൻ കുറേ നേരമായി കാത്തിരിക്കുന്നു ലക്ഷ്മി പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ചന്ദ്രൻ മുഖം ഒന്ന് കഴുകി. ഹാളിൽ വന്നപ്പോൾ മോൻ അവിടെ മേശയുടെ അടുത്തിരിക്കുന്നു. നല്ല വിശപ്പായല്ലേ? ലക്ഷ്മി മോൻ്റെ മുടിയിൽ വിരൽ കോർത്ത് ചോദിച്ചു. അമ്മ ഇപ്പം കറി കൊണ്ടുവരാം. ലക്ഷ്മി അടുക്കളയിൽ പോയപ്പോൾ അവൻ വീണ്ടും അവിടെ തന്നെ കാത്തിരുന്നു. അമ്മയും അച്ഛനും അടുക്കളയിൽ വെച്ച് വീണ്ടും ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനുണ്ടെന്നുള്ള ചിന്ത അവർക്കില്ല എന്നെനിക്ക് തോന്നി. അങ്ങനെ അവർ ഭക്ഷണവുമായി വീണ്ടും വന്നു. അമ്മയും അച്ഛനും ഞാനും കൂടെ ഭക്ഷണം കഴിച്ചു. ഇടയ്ക്ക് അച്ഛനും അമ്മയും തമാശയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആഹാരം വേഗം കഴിച്ചെഴുന്നേറ്റു. കുറച്ചു നേരം കൂടി TV കാണാം എന്ന് കരുതിയിരുന്നു. അമ്മ പാത്രങ്ങളൊക്കെയായി അടുക്കളയിലേക്ക് പോയി. അച്ഛനെ അവിടെ കണ്ടില്ല, റൂമിലാകും. ലക്ഷ്മി, നീ പറ, എന്തൊക്കെയായിരുന്നു അമ്മയും മോനും കൂടി ഇത്രയും നേരം സംസാരിച്ചത്? ലക്ഷ്മിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചന്ദ്രൻ ചോദിച്ചു. ലക്ഷ്മി അപ്പോൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. ഞാൻ അകത്ത് കയറി അവനോട് സിനിമയെ പറ്റിയെല്ലാം ചോദിക്കുകയായിരുന്നു. ഓ, അത്രേ ഉള്ളൂ? ഇന്നലെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോയെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ലേ? ചേട്ടാ, അതിനെ പറ്റിയൊന്നും ഇപ്പോഴൊന്നും പറയണ്ട. അവനില്ലാത്ത സമയം നോക്കി ഞാൻ പറയാം. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അവൻ കേട്ടാലോ എന്ന് പറഞ്ഞു. അച്ഛൻ അപ്പോൾ തന്നെ സംസാരം മാറ്റി. ഉച്ചയ്ക്ക് ഫുഡും കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ലക്ഷ്മി റൂമിലേക്ക് പോയി കിടന്നു. ചന്ദ്രന് കുറച്ച് ഓഫീസ് വർക്ക് ഉള്ളതുകൊണ്ട് അയാൾ അതിൻ്റെ പുറകെ പോയി. 2 ആഴ്ച കഴിഞ്ഞാൽ പരീക്ഷയാണ്. അതുകൊണ്ട് വല്ലതും പഠിക്കണം. ഞാൻ പഠിക്കാനായി ബുക്കുമായിരുന്നു. എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം എപ്പോഴും മിടുക്കനാണ്. അതുമാത്രമല്ല നല്ല കോൺസെൻട്രേഷൻ പവറുമുണ്ട്. വൈകുന്നേരം 3 മണി ആയപ്പോഴേക്കും ലക്ഷ്മി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ചന്ദ്രന് ചായ ഇട്ട് കൊടുത്തു. മോഹനും ലക്ഷ്മി, ഇന്ന് നമുക്ക് പുറത്തു നിന്നും ഫുഡ് കഴിക്കാൻ പോയാലോ? പോവാലോ, ഞാൻ മോനോട് പറഞ്ഞിട്ട് വരാം. ലക്ഷ്മി ചന്ദ്രൻ്റെ അടുത്ത് നിന്ന് മോഹൻ്റെ റൂമിലേക്ക് പോയി. അവിടെ വായിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണിയുടെ പിന്നിൽ നിന്ന് ലക്ഷ്മി ചോദിച്ചു. അല്ല മാഷേ, പഠിച്ചു കഴിഞ്ഞില്ലേ? എത്ര നേരമായി? മാർക്കൊക്കെ നീ വാങ്ങിയ ബാക്കി കുട്ടികൾക്ക് എന്തു കൊടുക്കും ടീച്ചർ? പിന്നിൽ നിന്നും അമ്മ അത് ചോദിച്ചപ്പോൾ ഉണ്ണിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അത് പിന്നെ വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇടയ്ക്ക് അമ്മയും അച്ഛനും എവിടെ ഉണ്ടെന്ന് ഓർക്കണം കേട്ടോ. ആ ചിന്തയില്ലാത്തത് അമ്മയ്ക്കും അച്ഛനുമല്ലേ? ഞാൻ മനസ്സിൽ പറഞ്ഞു. എന്താ മോനെ, നമ്മളിന്ന് പുറത്ത് പോയി കഴിക്കാം. വേഗം റെഡിയാകുക, അമ്പലത്തിൽ പോകണം. എന്നിട്ട് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ചന്ദ്രൻ വന്നു മോഹൻ്റെ റൂമിലേക്ക്. മോനെ, അച്ഛൻ ഒന്ന് കുളിച്ചോട്ടേടാ. നീ ഇപ്പോൾ കുളിക്കുന്നുണ്ടോ? അവിടെ അമ്മ കയറി. അച്ഛൻ കുളിച്ചോ, ഞാൻ പിന്നെ കുളിച്ചോളാം എന്ന് പറഞ്ഞ് മോഹൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹാളിൽ വന്നിരുന്നു. അപ്പോഴേക്കും ലക്ഷ്മി റെഡിയായി വന്നു.
അപ്പോൾ അമ്മയെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അച്ഛൻ എവിടെയാ? അച്ഛൻ കുളിക്കാൻ പോയി എൻ്റെ ബാത്റൂമിൽ നിന്ന്. എന്താ അച്ഛാ? റൂമിൽ ചെന്ന് ഉണ്ണി ചോദിച്ചു. പെട്ടെന്ന് തന്നെ അച്ഛൻ ചോദിച്ചു, മോനെ സമയം എത്രയായി? 4 മണിയാകുന്ന അച്ഛാ. അച്ഛനൊരു കോൾ വരും, മോൻ അതൊന്ന് അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് പറഞ്ഞാൽ മതി, അച്ഛൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാമെന്ന്. ഫോൺ അച്ഛൻ്റെ റൂമിലുണ്ട്. അച്ഛൻ അത് പറഞ്ഞ് വീണ്ടും കുളി തുടങ്ങി. മോഹൻ അച്ഛൻ പറഞ്ഞത് കേട്ട് അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലേക്ക് ചെന്നു. എന്നിട്ട് ഫോൺ എടുത്തു. അമ്മ ചോദിച്ചു, നീ എന്താണ് ഈ തിരയുന്നത്? അത് പിന്നെ ഒന്നുമില്ലമ്മ. അച്ഛൻ പറഞ്ഞു ഒരു കോൾ വരുമെന്ന്, അതെടുക്കാനും പറഞ്ഞു. അതിനെ ഫോൺ എടുക്കാൻ വന്നതാ. ആന്നോ? പിന്നെന്തിനാ മോനിവിടെ ഇങ്ങനെ തിരഞ്ഞു നിൽക്കുന്നേ? അകത്ത് വാ. അച്ഛൻ ഫോൺ കുത്തിയിട്ടിരിക്കുകയാ, നീ പോയി എടുത്തോ എന്നമ്മ പറഞ്ഞു. ഞാൻ ഫോൺ എടുക്കാനായി മുന്നോട്ട് പോയി. 3 പേരും റെഡിയായി അമ്പലത്തിലേക്ക് അവർ തിരിച്ചു. ചന്ദ്രൻ വണ്ടി ഓടിക്കുന്നു. ലക്ഷ്മി ഫ്രണ്ട് സീറ്റിൽ, മോൻ പുറകിൽ. മീഡിയം സ്പീഡിലാണ് ചന്ദ്രൻ വണ്ടി ഓടിക്കുന്നത്. വണ്ടിയിൽ പാട്ട് സൗണ്ട് കുറച്ചിട്ടിട്ടുണ്ട്. ലക്ഷ്മിയും ചന്ദ്രനും ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നു. മോനും പെട്ടെന്ന് മുന്നിൽ പോകുന്ന ലോഡ് വണ്ടി ഒന്ന് ബ്രേക്കിട്ടു. സഡൻ ബ്രേക്കിട്ടപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് ലക്ഷ്മിയും അധികം മുന്നോട്ട് തെറിച്ചു പോയില്ല. ഇല്ലെങ്കിൽ ഒരു അപകടം ഉറപ്പായിരുന്നു. മോൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. അവൻ മുന്നിലേക്ക് തെറിച്ച് നേരെ വന്ന് ലക്ഷ്മി ഇരുന്ന സീറ്റിൻ്റെ പിന്നിലിടിച്ചു. ഒന്നും പറ്റിയില്ല. മുന്നിലേക്ക് പോയ കൂട്ടത്തിൽ ഉണ്ണി വല്ലാതെ പേടിച്ചു പോയിരുന്നു. എന്ത് പണിയാ ചന്ദ്രേട്ട അയാൾ കാണിച്ചത്? ഏട്ടൻ ബ്രേക്ക് ചവിട്ടിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ലക്ഷ്മി പെട്ടെന്ന് പേടിച്ചുകൊണ്ട് ചന്ദ്രനോട് ചോദിച്ചു. അല്ലേലും ഇവനൊന്നും ബോധമുണ്ടാകില്ല. കള്ള് കുടിച്ചായിരിക്കും വണ്ടി ഓടിക്കുന്നത്. മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ലക്ഷ്മി പിന്നിലേക്ക് നോക്കി ചോദിച്ചു. ഇല്ലമ്മ, ഒന്നും പറ്റിയില്ല. ചന്ദ്രൻ പതിയെ വണ്ടി എടുത്തു. അമ്പലത്തിലേക്ക് ഇനി ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ഏട്ടാ, വണ്ടി പതിയെ പോയാൽ മതി കേട്ടോ, ലക്ഷ്മി പറഞ്ഞു. ചന്ദ്രൻ വണ്ടി പരമാവധി സ്പീഡ് കുറച്ച് ഓടിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അച്ഛൻ എന്തെങ്കിലും പറയുമ്പോൾ ലക്ഷ്മി മറുപടി പറയും. അമ്പലം അടുക്കാറായപ്പോൾ സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് പെട്ടെന്നൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഉണ്ണിയുടെ കയ്യിൽ നിന്നും വേഗം കൈമാറ്റി വേഗം ഇറങ്ങാൻ നോക്കി. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത്ര നേരം ഒന്നും മിണ്ടാതിരുന്ന അമ്മ പെട്ടെന്ന് അങ്ങനെ ചെയ്തത് അമ്പലം അടുക്കാറായതുകൊണ്ടാണ്. എന്നാലും അപ്പോൾ അത് പെട്ടെന്ന് ദേഷ്യം തോന്നി. ലക്ഷ്മിയുടെ അടുത്തിരിക്കാൻ ഒന്ന് കൊതിച്ചു. എന്താടി? ലക്ഷ്മിയുടെ ഒച്ച കേട്ട് ചന്ദ്രൻ ചോദിച്ചു. കാൽ തട്ടി ചേട്ടാ, ലക്ഷ്മി അവനോട് പറഞ്ഞ് ഡോർ തുറന്ന് ഇറങ്ങിയ ഉണ്ണിയെ നോക്കി. അവൻ അത് മൈൻഡാക്കാതെ നിന്നു. അമ്പലത്തിൽ ചേട്ടൻ്റെ ഭാര്യ രമചേച്ചിയുടെ കൂടെ വന്ന് പോസ്റ്റായി നിൽക്കുന്ന ഹരി ചുമ്മാ പുറത്തേക്കൊന്ന് ഇറങ്ങാം എന്ന് കരുതി. ചേച്ചി, ഞാൻ ഇപ്പം വരാം. എവിടെ പോവാ ഹരി നീ? അപ്പം നിനക്ക് ഇവിടെ? അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ചേച്ചി, എനിക്കൊന്ന് പുറത്തു പോകണം. വേഗം പോയി വാ. ഹരി അമ്പലത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആ ആൽമര നിൽക്കുന്ന കോണിൽ പോയി ഒന്ന് സിഗരറ്റ് വലിക്കാൻ വേണ്ടിയാണ് ഹരി തിടുക്കത്തിൽ അങ്ങോട്ട് നടന്നു പോകുന്നത്. അവിടെ ആരാ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്? നാശം, പരിചയക്കാരാണോ? ഹരി അവരുടെ അടുത്തേക്ക് നടന്നെടുത്തു. മോഹനല്ലേ ഇത്? അവനെന്താ ഇവിടെ? ഹരിയുടെ വീടിനടുത്താണ് അമ്പലം. ഹരിയും മോഹനും ഒന്നിച്ച് ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എങ്കിലും മോഹൻ ആരുമായും വലിയ കൂട്ടില്ല. പോവുക പഠിക്കുക, അത്ര തന്നെ. ഹരി നേരെ തിരിച്ചാണ്. സ്കൂളിൽ മുഴുവൻ കുട്ടികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റാർ, പെൺകുട്ടികളുടെ ഹീറോ. അലമ്പും വെള്ളമടിയും ഒക്കെയുണ്ട്. ആളുടെ ചേട്ടൻ മിലിറ്ററിയിലാണ്. കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷമായി. ഹരിച്ചേട്ടൻ്റെ ഭാര്യ രമയെ വളയ്ക്കാൻ അശാന്തം പരിശ്രമിക്കുന്നവരുണ്ട്. രമയ്ക്കും അതറിയാം. എവിടെ പോയാലും ഹരിയെ കൂട്ടിയാണ് പോകുന്നതും. കല്യാണം കഴിഞ്ഞും ആളുകൾ ആശകൾ തീരാതെ ഭർത്താവ് പോയതിൻ്റെ കഷ്ടമെല്ലാം പലപ്പോഴും പലരോടും പറയുന്നത് അവനറിയാമായിരുന്നു. വണ്ടിക്കടുത്ത് നിന്ന് ഡോറിനോട് ചേർന്ന് നിന്ന് അവൻ ഒരു സിഗരറ്റ് വലിച്ചു. നിനക്ക് വീട്ടിൽ വെച്ച് ഇതൊക്കെ നോക്കിക്കൂടെ? ഇപ്പോൾ അമ്പലത്തിൽ വന്നിട്ട് മോനിങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ പറഞ്ഞ് അച്ഛൻ അമ്മയെ നോക്കി. അത് സാരമില്ല ചേട്ടാ, അവൻ ഇവിടെയൊക്കെയല്ലേ ഇങ്ങനെയുള്ളൂ, വലുതാകുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അകത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് പൂജാരി പ്രസാദം കൊടുത്തു. രമയെ ഹരി എല്ലാവർക്കും പരിചയപ്പെടുത്തി. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി യാത്ര പറഞ്ഞ് ഹരിയും രമയും സ്കൂട്ടറിൽ വീട്ടിലേക്ക് തിരിച്ചു. ഹരിയുടെ മനസ്സിൽ ലക്ഷ്മിയായിരുന്നു അപ്പോൾ. അച്ഛാ, ഇനി വീട്ടിൽ ചെന്നിട്ടാണോ കഴിക്കാൻ പോകുന്നത്? അതെ, ചന്ദ്രൻ പറഞ്ഞു. ലക്ഷ്മി വണ്ടിയുടെ മുന്നിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ മോഹൻ അവളോട് ചോദിച്ചു. അമ്മ പിന്നിലിരിക്കുന്നോ എൻ്റെ കൂടെ? ലക്ഷ്മി അപ്പോൾ പുഞ്ചിരിയോടെ അവനെ നോക്കി. അതിൽ മറുപടി ഉണ്ടായിരുന്നു. അവൾ ഡോർ തുറന്ന് മുന്നിലിരുന്നു.
മോനാണെങ്കിലോ പിന്നിലോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആ മനോഹര ഗാനം വണ്ടിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ആഹാ, നല്ല കിടിലൻ നൊസ്റ്റാൾജിക് സോങ് അല്ലേ ലക്ഷ്മി? ചന്ദ്രൻ ലക്ഷ്മിയോട് ചോദിച്ചു. അതെ ഏട്ടാ, ലക്ഷ്മി മറുപടി കൊടുത്തു. പഴയ പോലെ പരമാവധി വേഗത കുറച്ചാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. എല്ലാവരും ഇറങ്ങി. ലക്ഷ്മിയാണെങ്കിൽ വേഗം തന്നെ വീട്ടിലേക്ക് ഓടിക്കയറി. മോനെ, വേഗം റെഡിയായി വാ. അച്ഛൻ അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു. പുറകെ മോനും. അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഒന്ന് റെഡിയായി വീണ്ടും പുറത്തു പോയി ഭക്ഷണം കഴിക്കാം എന്ന് അവരെല്ലാവരും കൂടി തീരുമാനിച്ചു. വണ്ടി ആദ്യം എവിടെ പോകണം പറ? ചന്ദ്ര ലക്ഷ്മിയോടും ഉണ്ണിയോടും ചോദിച്ചു. അബിയേട്ടാ, ആദ്യം സാധനം വാങ്ങി വരാം, അപ്പോഴേക്കും വിശക്കും. എന്നിട്ട് നേരെ ഹോട്ടൽ പോരെ? ഓക്കെ ആണോ? ആ ഓക്കെ അച്ഛാ. ചന്ദ്രൻ അങ്ങനെയാണ്. എല്ലാവരുടെയും അഭിപ്രായം തിരക്കും. നല്ലൊരു അച്ഛനും നല്ലൊരു ഭർത്താവുമാണ് അദ്ദേഹം. കാറ് നേരെ ഒരു മാളിൽ ചെന്നു. എല്ലാവരും ഇറങ്ങി. ലക്ഷ്മി നേരെ പോയി ഒരു ഫാൻസി സ്റ്റോറിലേക്ക് കയറി. ഉണ്ണി, ഞാനിപ്പോൾ വരാം, ഒരു കോൾ വന്നു. ചന്ദ്രൻ ഉണ്ണിയോട് പറഞ്ഞ് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്നു. പോസ്റ്റായ അവനാണെങ്കിൽ ലക്ഷ്മി കയറിയ കടയിൽ കയറി. ലക്ഷ്മി ഓരോ സാധനം നോക്കി നടക്കുമായിരുന്നു. ആ, ഇവിടെ നിൽക്കുവാണോ? ലക്ഷ്മി സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ മോൻ. അച്ഛൻ എവിടെ? ഒരു കോൾ വന്നു, അങ്ങനെ പോയി. അവൻ്റെ മുഖത്ത് ഒരു നിരാശ കണ്ടു. ലക്ഷ്മി ഒന്ന് ചിരിച്ചു. പിന്നെ അമ്മയും മോനും കൂടി സാധനമൊക്കെ നോക്കി നടന്നു. ഡ്രസ്സിന് മാച്ചാകുന്ന കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങി അവർ പുറത്തിറങ്ങി. ചന്ദ്രനെ നോക്കിയപ്പോൾ കണ്ടില്ല. പെട്ടെന്നാണ് ലക്ഷ്മി ഐസ്ക്രീം സ്റ്റോറിലേക്ക് പോയത്. ലക്ഷ്മി അവനെയും കൂട്ടി നേരെ ഐസ്ക്രീം സ്റ്റോറിലെത്തി. ഒരു സ്ട്രോബെറി എന്ന് ലക്ഷ്മി പറഞ്ഞു. മോൻ എന്താ വേണ്ടത്? എനിക്ക് ചോക്കോബാർ മതി. രണ്ടുപേരും ഐസ്ക്രീം കഴിച്ചുകൊണ്ട് മാളിൽ കൂടി നടന്നു. അപ്പോഴാണ് മോഹൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. രണ്ട് പയ്യന്മാർ പിറകെയുണ്ട്. കുറേ നേരമായി അവർ പരസ്പരം എന്തോ പറയുന്നുണ്ട്. ഞാൻ അമ്മയെ നോക്കി. എന്താടാ? അമ്മ, എനിക്കൊന്ന് റെസ്റ്റോറൻറ്റ് വരെ പോകണം. പോയിട്ട് വാ, ലക്ഷ്മി ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വേഗം റെസ്റ്റ് റൂമിലേക്ക് എന്ന വണ്ണം ആ പയ്യന്മാരെ കൂടി കടന്നുപോയി. ആ രണ്ടുപേർ സംസാരിക്കുന്നത് എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എടാ, മറഞ്ഞു നിന്ന് നോക്കടാ, അവളിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുക. കൂടെയുള്ളവർ അങ്ങോട്ട് നോക്കി. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അളിയാ, കൊള്ളാമല്ലോ, ഒരു ചെറുപ്പക്കാരിയെ പോലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുന്നു. ഞാൻ അമ്മയെ നോക്കിയപ്പോൾ അമ്മ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഐസ്ക്രീമും കഴിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളു പിടഞ്ഞു. ഒരുത്തൻ ചോദിച്ചു, അവിടെ കൂടെ ആരുമില്ലല്ലോ, നമുക്കൊന്ന് പേരും ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യങ്ങളും ചോദിച്ചു വന്നാലോ എന്ന്. ഞാനത് കേട്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചു. എന്തായാലും അമ്മയോട് അവർ സംസാരിക്കാൻ പോവുകയാണോ? എൻ്റെ അമ്മയോട് അങ്ങനെ ആരെങ്കിലും സംസാരിക്കാൻ ഞാനുള്ളപ്പോൾ അനുവദിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ വേഗം അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയെ പറ്റി കമൻറ്റ് പറഞ്ഞവരെയൊന്നും ഞാൻ പിന്നീട് ശ്രദ്ധിച്ചില്ല. പിന്നെ അമ്മ ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു. ആൾ പുറത്തുണ്ട്, കാറിനടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അമ്മയും ഞാനും അച്ഛൻ്റെ അടുത്ത് ചെന്നു. വണ്ടി നേരെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നിങ്ങൾ അകത്ത് ചെന്ന് ഓർഡർ ചെയ്യൂ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അച്ഛൻ അടുത്ത് കണ്ട ബാറിലേക്ക് പോയി. ഞാനും അമ്മയും അകത്ത് കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഒരാൾ കൂടെ വരാനുണ്ട്, വന്നിട്ട് ഫുഡ് എത്തിച്ചാൽ മതി എന്നും പറഞ്ഞു. ഞാനപ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി. അങ്ങനെ അമ്മയോട് സംസാരിച്ചു. അമ്മേ, അച്ഛൻ വന്നിട്ട് നമുക്കൊരു സിനിമ കയറി കണ്ടാലോ? ഓ, ഇനി രാത്രി സിനിമ വേണ്ട ഉണ്ണി, നമുക്ക് പിന്നെ ഒരു ദിവസം വരാം എന്നമ്മ പറഞ്ഞു. അമ്മ എന്ത് പറഞ്ഞാലും അപ്പോൾ അനുസരിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്കപ്പോൾ. അച്ഛൻ വന്നു. ഓർഡർ ചെയ്ത ഫുഡ് സപ്ലയർ കൊണ്ടുവന്ന് തന്നു. ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ കഴിക്കുമായിരുന്നു, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് അവിടെ നിന്നും ഇറങ്ങി. അച്ഛൻ വണ്ടിയുടെ കീ എനിക്ക് തന്നു. ഉണ്ണി, വണ്ടി എടുക്കൂ, ഞാൻ ഓടിച്ച ഇനി പോലീസ് വല്ലതും പിടിച്ച പണിയാണ്. ഞാൻ കീ വാങ്ങി വണ്ടി അൺലോക്ക് ചെയ്തു. ഇങ്ങ് വന്നപ്പോൾ അമ്മ മുന്നിലാണിരുന്നത്. ഇപ്പോൾ അമ്മ ബാക്കിൽ കയറുമായിരിക്കും. അമ്മ മുന്നിലിരിക്കണേ, കൊള്ളാമായിരുന്നു എന്നാഗ്രഹിച്ച് ഞാൻ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് വണ്ടിയിലിരുന്നു. അച്ഛൻ ബാക്ക് ഡോർ തുറന്ന് കയറി. പുറകിലേക്ക് ഞാൻ നോക്കിയില്ല. പതിയെ വണ്ടിയെടുത്തു. ചന്ദ്രേട്ട, അവിടെ കിടക്കുന്ന കവറിൻ്റെ മേലെ കിടക്കല്ലേ, ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെയാ അത്. അമ്മയുടെ വാക്കുകൾ കേട്ട ഞാൻ സൈഡിലേക്ക് നോക്കിയപ്പോൾ അമ്മ എൻ്റെ ഒപ്പം. എനിക്ക് സന്തോഷം തോന്നി, ഒപ്പം മറ്റൊരു ചിന്തയും. അച്ഛൻ അല്പം കുടിച്ചിട്ടുണ്ട്. ഇനി വീട് വരെ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അമ്മയും അടുത്തുണ്ട്. ഞാൻ വണ്ടിയിൽ മ്യൂസിക് പ്ലേ ചെയ്തു. അമ്മ സീറ്റിൽ ചാരിയിരുന്നു. ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പതിയെ ഞാൻ പാട്ടും കേട്ടുകൊണ്ട് യാത്ര തുടർന്നു. അമ്മ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് എന്നെ നോക്കി. ആ പാട്ട് എനിക്കിഷ്ടമല്ല, നീ വേറെ പാട്ട് വെക്കേ എന്ന് പറഞ്ഞു. ഞാൻ പാട്ട് മാറ്റി അമ്മയ്ക്കിഷ്ടമുള്ള ഒരു താരാട്ട് പാട്ട് വെച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങൾ വീടെത്തി.
വണ്ടി പാർക്ക് ചെയ്ത് അച്ഛൻ ഇറങ്ങി. അമ്മയും ഞാൻ പിന്നീടാണ് ഇറങ്ങിയത്. അച്ഛനാണെങ്കിൽ നല്ല ഫിറ്റാണ്. ഞാൻ നേരെ റൂമിൽ പോയി റെഡിയായി. എന്നിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി. ഇപ്പോൾ എന്നെ കാണാൻ ഒരു ചെറിയ സുന്ദരനായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചപ്പോൾ കുറച്ച് തടി വെച്ചോ എന്നെല്ലാം ഞാൻ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അമ്മയെ ഞാൻ കുറേ നോക്കി. വീട്ടിലെല്ലായിടത്തും നോക്കിയിട്ടും അമ്മയെ കാണുന്നില്ല. ബാത്റൂമിലെങ്ങാനുമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ അവിടെയൊന്നുമില്ല. ബാത്റൂമിലില്ല. പിന്നെ അമ്മ എവിടെ പോയി? ഞാൻ റൂമിൽ ഒന്നുകൂടെ നോക്കി. ഇനി അടുക്കളയിലായിരിക്കും. വെള്ളം കുടിക്കാൻ വല്ലതും പോയി കാണും. ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി അടുക്കളയിലേക്കെത്തി. അമ്മ ഹാളിൽ സോഫയിലിരിക്കുന്നു. ലൈറ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് അമ്മ ഇരിക്കുന്ന കാര്യം ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. എവിടെ പോയതാ മോനെ? അമ്മയുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? അത് നല്ല മഴയുണ്ട്. അമ്മ തുണി വല്ലതും പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു നിർത്തി. അതിന് മുറിയിൽ എന്തിനാ പോയത്? അമ്മ വിട്ടുവിട്ട് ചോദിച്ചു. അത് ഞാൻ അമ്മയെ നോക്കി ഞാൻ വിക്കിക്കൊണ്ടിരുന്നു. അമ്മയെ ഇരുട്ടിൽ എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല. അമ്മ വീണ്ടും ചോദിച്ചു, വാ എന്താന്ന് പറയ്. എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നത്? ഇതെന്തിനാ മോനു? അപ്പോൾ ഞാനൊന്നും മിണ്ടാതെ നിന്നു. ഞാൻ എന്ത് പറയണം എന്നറിയാതെ നിന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ എന്നോട് ദേഷ്യപ്പെടുമോ? ഞാൻ അമ്മയോട് ചോദിച്ചു. എന്താ, ഞാൻ ലൈറ്റ് ഇടട്ടെ? വേണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇതാവുമ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടും എന്ന് പറഞ്ഞു. അമ്മയെ എനിക്കിഷ്ടമാണ്. അത് എനിക്ക് മോനെയും ഇഷ്ടമാണല്ലോ. അതുപോലെയല്ല അമ്മേ, അച്ഛൻ അമ്മയോടുള്ള ഇഷ്ടം അത് തന്നെയാണ് എനിക്കും അമ്മയോടുള്ളത്. അമ്മയ്ക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലാവാത്തതുപോലെ നിൽക്കുന്നതായാണ് എനിക്ക് തോന്നിയത്. അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു നിശബ്ദത മാത്രം പടർന്നു. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്കെല്ലാം അറിയാം എന്നെനിക്കറിയാം. പിന്നെ എന്തിനാണ് ഒന്നും അറിയാത്തതുപോലെ അമ്മ അഭിനയിക്കുന്നത്? കാറിൽ വെച്ച് പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് മാറിയപ്പോൾ എന്തുമാത്രം സങ്കടം എനിക്കുണ്ടായി എന്ന് അമ്മയ്ക്കറിയാമോ? അത് പിന്നെ മോനെ, അച്ഛനിപ്പോൾ വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും. മോനെ അധികം അടുപ്പിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല, എനിക്കറിയാം. പക്ഷേ അച്ഛനെപ്പോലെ തന്നെ അമ്മയെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഇനി അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ അമ്മയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അമ്മയ്ക്കത് വേണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. ആ വാക്ക് അമ്മയെ വല്ലാതെ ഒന്ന് തടുത്തു നിർത്തി. അമ്മ ആ നിമിഷം ഒന്നും പറയാതെയിരുന്നു. ഇന്ന് അച്ഛൻ നല്ല ഫിറ്റാണ്. അമ്മയ്ക്ക് എൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചുകൂടെ? അത് എനിക്കൊരുപാട് സമാധാനം തരും എന്ന് പറഞ്ഞു. അമ്മ ഒന്നും പറയാതെ നിന്നു. അന്ന് മുതൽ ഞങ്ങൾ മനസ്സിൽ ആരോടും പറയാത്ത ഒരു ഇഷ്ടം കൊണ്ടു നടക്കാൻ തുടങ്ങി.